പെരിയ ഇരട്ടക്കൊലക്കേസിലെ 4ാം പ്രതി അനിൽകുമാറിന് പരോൾ അനുവദിച്ച് സർക്കാർ. 1 മാസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന നിർദ്ദേശത്തിലാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. വളരെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസ്. കാസർകോട് പെരിയയിൽ യൂത്ത് കോൺഗ്രസുകാരായ കൃപേഷിനെയും ശരത് ലാലിനെയും CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2019 ഫെബ്രുവരി 17-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച 4 പ്രതികൾ ജയിലിൽ നിന്ന് മോചിതരായിരുന്നു. മുൻ MLA അടക്കമുള്ള CPM നേതാക്കളായ പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് പാർട്ടി വലിയൊരു സ്വീകരണവും ഒരുക്കിയത് നമ്മൾ മറക്കരുത്. പ്രതികൾക്ക് യാത്രയപ്പ് നൽകി ജയിലിലെത്തിക്കുന്ന പാർട്ടിയാണ് CPM. കണ്ണൂർ, കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറിമാരും P ജയരാജനും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും അന്ന് നേരിട്ടെത്തിയിരുന്നു എന്നാണ് അറിയുന്നത്. കേസിലെ 8ാം പ്രതിയായ സുബീഷ് വെളുത്തോളിക്ക് സർക്കാർ കഴിഞ്ഞ മാസം 20 ദിവസത്തേക്ക് പരോൾ അനുവദിച്ചിരുന്നു. 2019 ഫെബ്രുവരി 17-ന് രാത്രി 7:30-യോടെയാണ് കൊലപാതകം അന്ന് നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കാല്യോട്ട് കൂരാങ്ക റോട്ടിൽ തടഞ്ഞു നിർത്തി 8-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ കൃപേഷ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ശരത് ലാൽ ബാംഗ്ലൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് നാൾവഴികൾ ഇങ്ങനെയാണ്. 2019 ഫെബ്രുവരി 18 രാഷ്ട്രീയ കൊലപാതകമാണെന്ന് കണ്ടെത്തി പോലീസ് CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, സുഹൃത്തും സഹായിയുമായ CJ സജി എന്നിവരെ അറസ്റ്റ് ചെയ്തു. 2019 ഫെബ്രുവരി 21-ന് കേസ് CBIക്ക് വിടണമെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ശക്തമായതോടെ സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറി. SP VM മുഹമ്മദ് റഫീഖായിരുന്നു കേസിൽ അന്വേഷണ ചുമതല. കേസിൽ കൂടുതൽ CPIM പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. 2019 മാർച്ച് 2-ന് കേസിന്റെ അന്വേഷണം നടത്തുന്ന SP VM മുഹമ്മദ് റഫീഖിനടക്കമുള്ള പലർക്കും സ്ഥലം മാറ്റം ലഭിച്ചു. പകരം കോട്ടയം ക്രൈംബ്രാഞ്ചിലെ KM സാബു മാത്യുവിന് ചുമതല നൽകി. 2019 മാർച്ച് 16-ന് കേസിൽ കല്യോട്ട് സ്വദേശി രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2019 ഏപ്രിൽ 1-ന് കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. 2019 മെയ് 14-ന് പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് CPM ഉദുമ ഏരിയ സെക്രട്ടറി മണികണ്ഠൻ, കല്യോട്ട് ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണനും അറസ്റ്റിലായി. 2019 മെയ് 16-ന് വിദേശത്ത് ഒളിവിലായിരുന്ന പ്രതി സുബീഷിനെ മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മെയ് 20-ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആകെ 14 പ്രതികൾ. 2019 ജൂലൈ 17-ന് കേസിന്റെ വിചാരണ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. 2019 സെപ്റ്റംബർ 12-ന് CBIക്ക് അന്വേഷണം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. ഒക്ടോബർ 29-ന് 13 പ്രതികളെ ഉൾപ്പെടുത്തി CBI FIR സമർപ്പിച്ചു. ഡിസംബർ 1-ന് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. അന്വേഷണം CBI ഏറ്റെടുക്കുന്നു. 2021 ഡിസംബർ 3-ന് CBI അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകി. 2023 ഫെബ്രുവരി 2-ന് കൊച്ചിയിൽ CBI കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങി. 2024 ഡിസംബർ 23-ന് കേസിന്റെ വിചാരണ പൂർത്തിയായി. 2024 ഡിസംബർ 28-ന് കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 10 പേരെ വെറുതെ വിട്ടു. 2025 ജനുവരി 3-ന് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ വിധിച്ചു. 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവിനും പുറമെ 10,000 രൂപ പിഴയും കോടതി ചുമത്തി. ഈ വർഷം ജനുവരിയിൽ കേസിലെ കുറ്റവാളികളായ 9 പേരെ കണ്ണൂരിലേക്ക് മാറ്റിയിരുന്നു. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതികളായ രഞ്ജിത്ത്, സുധീഷ്, ശ്രീരാഗ്, അനിൽകുമാർ, സജി, അശ്വിൻ, പീതാംബരൻ, സുബീഷ്, സുരേഷ് എന്നിവരെയാണ് ജയിൽ മാറ്റിയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവരെ മാറ്റിയതെന്നായിരുന്നു ജയിൽ അധികൃതരുടെ വിശദീകരണം. 9 പേർക്കും ഇരട്ട ജീവപര്യന്തം CBI കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ശിക്ഷിക്കപ്പെട്ട തങ്ങളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് പ്രതികൾ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. ബന്ധുക്കളടക്കം വന്നു കാണാൻ ഇതാണ് നല്ലതെന്ന് പ്രതികൾ പറഞ്ഞിരുന്നു. ഇത് വിചാരണ കോടതി അംഗീകരിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതികളുടെ ജയിൽ മാറ്റം. സർക്കാർ സഹായങ്ങൾ കിട്ടാൻ ഇതേപോലെ പാർട്ടി പറയുന്നവരെ കൊന്നു കൊടുത്താൽ മതി, പരോൾ കിട്ടും.
പരോൾ എന്നത് ആർക്കും ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാനുള്ള സാധനമല്ല എന്ന് ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യനെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബത്തിലെ അടിയന്തര സാഹചര്യങ്ങൾ, രോഗങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ പ്രത്യേക ആവശ്യങ്ങൾക്കായി തടവുകാർക്ക് അനുവദിക്കുന്ന താൽക്കാലിക അവധിയാണ് പരോൾ. തടവുകാരന്റെ നല്ല പെരുമാറ്റം, ജയിൽ ശിക്ഷയുടെ നിശ്ചിത കാലാവധി പൂർത്തിയാക്കൽ തുടങ്ങിയ നിബന്ധനകൾക്ക് വിധേയമായാണ് പരോൾ അനുവദിക്കുന്നത്. ഇളവ് ലഭിച്ച സമയം ഇതിൽ ഉൾപ്പെടാതെ സാഹചര്യത്തിലാണ് ഇതുണ്ടാവുക. ഒരു തടവുകാരൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും ജയിലിൽ ശിക്ഷ അനുഭവിച്ചിരിക്കണം. കൂടാതെ പരോൾ ലഭിക്കുന്ന തടവുകാർ പരോളിന്റെ വ്യവസ്ഥകൾ ലംഘിക്കാതെ പെരുമാറണം. അതായത് ഇനി ഒരു കൊള്ളരുതായ്മയും കാണിക്കരുതെന്ന് ചുരുക്കം. സ്വാഭാവികമായും എങ്ങനെയാണ് ഇയാൾക്ക് പരോൾ കിട്ടിയത്? അത് 1 മാസം എന്നുള്ളത് സംശയമുണ്ടാകാം. കേരളത്തിൽ 3 തരം പരോളുകളാണ് കുറ്റവാളികൾക്കുള്ളത്. അടിയന്തര പരോൾ, അതായത് നല്ല പെരുമാറ്റമുള്ള തടവുകാർക്ക് ഇത് ലഭിക്കും. ജയിൽ സൂപ്രണ്ടിന് 10 ദിവസം വരെയും ഡയറക്ടർ ജനറലിന് 15 ദിവസം വരെയും അടിയന്തര പരോൾ അനുവദിക്കാം. സർക്കാരിന് 45 ദിവസം വരെ ഈ പരോൾ നീട്ടാൻ കഴിയും. പക്ഷേ ഇപ്പോൾ സർക്കാർ ചെയ്തത് 30 ദിവസത്തെ അടിയന്തര പരോൾ എന്തിനാണെന്നുള്ളത് പുറത്തുവിട്ടിട്ടില്ല. സർക്കാർ എന്തിനാണ് 30 ദിവസം അനുവദിച്ചതെന്നത് വ്യക്തമല്ല. പണ്ട് പാണ്ഡ്യാല ഷാജി ക്രൈമിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, CPM ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് ഒരുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലെ പ്രതികളെ പരോളിന് വിടാറുണ്ട്. അതാകാം ഇദ്ദേഹത്തിന് ഇപ്പോൾ 1 മാസം പരോൾ ലഭിച്ചത്. പിന്നീടുള്ളത് സാധാരണ പരോളാണ്. 1 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ശിക്ഷയുടെ 1/3 ഭാഗം അല്ലെങ്കിൽ 2 വർഷം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം സാധാരണ പരോൾ അർഹതയുണ്ട്. ഒരു കലണ്ടർ വർഷത്തിൽ 60 ദിവസത്തെ സാധാരണ അവധി ലഭിക്കും. ഇത് 4 തവണയായി ഉപയോഗിക്കാം. എന്നാൽ തുറന്ന ജയിലിലുള്ളവർക്ക് 5 തവണ അവധിയെടുക്കാം. അതായത് പരോൾ, വീട്ടിലേക്കുള്ള പരോൾ ഉൾപ്പെടെ അതിൽപ്പെടും. അതായത് ഹോം ലീവ്. തുറന്ന ജയിലിലെ നല്ല പെരുമാറ്റമുള്ള തടവുകാർക്ക് 1 വർഷം ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം ഹോം ലീവ് അർഹതയുണ്ട്. 15 ദിവസമാണ് ഹോം ലീവിന് പരമാവധി കാലാവധിയുള്ളത്. ഹോം ലീവിൽ പോയി 1 വർഷം തിരിച്ചു വരാതെ വീണ്ടും ഹോം ലീവ് ലഭിക്കുകയില്ല. സർക്കാർ ഇടപെട്ട് ഇങ്ങനെ സഹായിക്കണമെങ്കിൽ സാധാരണക്കാരോട് മുഖ്യന്റെ ക്രൂരമായ സമീപനം നമ്മൾ തിരിച്ചറിയണം. അതായത് അടിയന്തരമായാണ് ഇപ്പോൾ 30 ദിവസത്തേക്ക് ഈ പ്രതിക്ക് പരോൾ കൊടുത്തിട്ടുള്ളത്. പരോൾ സംബന്ധിച്ച് സമീപകാലത്ത് വന്ന കോടതി വിധികളും നിർദ്ദേശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഗർഭിണിയായ ഭാര്യയ്ക്ക് പരിചരണം നൽകാൻ ജീവപര്യന്തം തടവുകാരന് അടിയന്തര പരോൾ നിഷേധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി അടുത്തിടെ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം സാധാരണ അധികാരങ്ങൾ ഉപയോഗിച്ച് പരോൾ അനുവദിക്കാനാവില്ലെന്നും ഇരകളുടെ താൽപര്യങ്ങൾ പരിഗണിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നിരുന്നാലും മകന്റെ ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിന് സഹായിക്കാൻ ജീവപര്യന്തം തടവുകാരന് 7 ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. കുട്ടിയുടെ നല്ല ഭാവിക്കു വേണ്ടി മാതാപിതാക്കളുടെ സാന്നിധ്യം പ്രധാനമാണെന്ന് കോടതി അന്ന് വിലയിരുത്തി. പരോൾ അനുവദിക്കുന്നത് വിവിധ കാരണങ്ങളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. പരോൾ അപേക്ഷ നടപടികളും നിബന്ധനകളും കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് റൂൾസിൽ 2014 അനുസരിച്ചായിരിക്കണമെന്നാണ് നിയമം. എന്തായാലും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പരോൾ എന്തിനെന്ന് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കേരളം നടുങ്ങുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് ചിലപ്പോൾ CPM ഒരുങ്ങുന്നതായിരിക്കാം കാരണം.